അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. RAM Limited decided to bear the higher education cost of 5 brilliant students belonging to the weaker section of the society. Following is the statement of the profit and loss account of RAM Limited for the year ended 31st March 2022. ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇൻകം തന്നിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2 lakh, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നത്. അതർ ഇൻകം 15,000, ടോട്ടൽ റവന്യൂ 2,15,000. എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ് 1,10,000 തന്നിട്ടുണ്ട്. അതർ എക്സ്പെൻസസ് 5,000 തന്നിട്ടുണ്ട്. ടോട്ടൽ എക്സ്പെൻസ് 1,15,000. ടാക്സ് 40,000. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ കോമൺ സേജ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് RAM Limited 31st March 2022. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കോമൺ സേജ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ, അതായത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിൻലി പഠിക്കുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ്. അതായത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സേജ് സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ വർക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾ പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ കോളം കൂടെ ആഡ് ചെയ്യണം. അതായത് കോമൺ സേജ് സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ നിങ്ങൾ എമൗണ്ട് തന്നിരിക്കുന്ന എമൗണ്ട് കോളവും അതേപോലെ എക്സ്ട്രാ വരേണ്ടത് എന്താണ്? ഒരു പെർസെൻറ്റേജ് കോളമാണ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നിട്ടുള്ള ഇൻകം ആയിരുന്നു. ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തന്നെ ചെയ്താൽ മതി. ഇൻകം റവന്യൂ ഫ്രം ഓപ്പറേഷൻ 2 lakh ആണ്. അതർ ഇൻകം 15,000 ആണ്. ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,15,000 കിട്ടും. ഇതാണ് ടോട്ടൽ റവന്യൂ. അതേപോലെ എക്സ്പെൻസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ തന്നത് എത്രയായിരുന്നു? 1,10,000 ആയിരുന്നു. അതർ എക്സ്പെൻസ് 5,000 ആയിരുന്നു. ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് 1,15,000 കിട്ടും. ഇനി ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് കാൽക്കുലേഷനാണ് ശ്രദ്ധിക്കേണ്ടത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ നോർമലി സെയിൽസിനെയാണ് നമ്മൾ കോമൺ സെയിൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ 100% അല്ലെങ്കിൽ ബേസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എല്ലാ സമയത്തും സെയിൽസിനെ അല്ലെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നതിനെ 100% എടുക്കുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാ ഐറ്റം പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എന്തായിരിക്കും? റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും, അതായത് നെറ്റ് സെയിൽസ്. ഇവിടെ അതർ ഇൻകം എന്നതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ 15,000 ആണ് അതർ ഇൻകത്തിൻ്റെ എമൗണ്ട് വരുന്നത്. ഓക്കെ, 15,000 ഡിവൈഡഡ് ബൈ എന്ത് കാണണം? 2 lakh. 15,000 ഡിവൈഡ് ബൈ 2 lakh. 2 lakh ആണ് ബേസ്. ഓക്കെ, ഇവിടെ എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് കാണാൻ ഡിവൈഡ് ബൈ 2 lakh ആണ് നമ്മൾ കാണേണ്ടത്. ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 7.5% എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ടോട്ടലിനെ കാണാൻ എന്ത് ചെയ്യണം? ഇവിടെ 2,15,000 എന്ന് കൊടുക്കണം. 2,15,000 ഡിവൈഡഡ് ബൈ 2 ലക്ഷം ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 107.5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത എക്സ്പെൻസിൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 1,10,000 ആണ്. ഇതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 1,10,000 ഡിവൈഡഡ് ബൈ 2 ലക്ഷം ഡിവൈഡ് ബൈ 2 ലക്ഷം ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ 55% എന്ന് കാണും. ഇങ്ങനെ ഇതിൽ വരുന്ന ഓരോന്നിൻ്റെയും നമ്മൾ ഡിവൈഡ് ബൈ 2 lakh ആണ് കാണേണ്ടത്. 5,000 ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 100, 1,15,000 ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ഇനി ഇവിടെ ടോട്ടൽ റവന്യൂ അതേപോലെ ടോട്ടൽ എക്സ്പെൻസ്. ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. 1 ലക്ഷമാണ് കിട്ടുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് 1 ലക്ഷം ഡിവൈഡ് ബൈ 2 ലക്ഷം 50% എന്ന് കിട്ടും. ഇതിൽ നമ്മൾ ടാക്സ് മൈനസ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ടാക്സ് 40,000 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 60,000 എന്ന് കിട്ടും. ഇവിടെയും പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 2 lakh ആണ്. 60,000 ഡിവൈഡ് ബൈ 2 lakh, 40,000 ഡിവൈഡ് ബൈ 2 lakh, 20%, 30% എന്നിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ സേജ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ സെയിൽസ് ആണ് തരുന്നതെങ്കിൽ സെയിൽസിനെ 100% എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ,
ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2021 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കോമൺ സൈസ് സ്റ്റേറ്റ്മെന്റ്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇവിടെ 2019ഉം 2020ഉം തന്നിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 20 lakh, 30 lakh, അതർ ഇൻകം 1 lakh, 10 lakh, അതേപോലെ ടാക്സ് 1 lakh, 4 lakh, ദെൻ ഡിപ്രിസിയേഷൻ 1,50,000, 3 lakh, then cost of material 5 lakh, 10 lakh, employee benefit expense 3 lakh, 5 lakh. ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുള്ള കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 2019 അതിനൊരു പെർസെൻറ്റേജ് കോളം, 2020 അതിനൊരു പെർസെൻറ്റേജ് കോളം വരണം. ഓക്കെ, എന്നിട്ടാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ബാക്കി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ ഇവിടെ 20 lakh 100% എടുക്കും, ഇവിടെ 30 lakh 100% എടുക്കും. അതായത് ഇവിടെ വരുന്ന 2019 വരുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിവൈഡഡ് ബൈ 20 lakh എടുക്കണം. അതായത് 1 lakh ഡിവൈഡ് ബൈ 20 lakh into 100, 21 lakh ഡിവൈഡ് ബൈ 20 lakh into 100, 5 lakh ഡിവൈഡ് ബൈ 20 lakh into 100. ഇങ്ങനെ കണ്ടിട്ടാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ പെർസെൻറ്റേജ് കിട്ടുന്നത്. 2020 ബേസ് ആയിട്ട് നമ്മൾ 30 lakh എടുക്കണം. അതായത് 10 lakh ഡിവൈഡ് ബൈ 30 lakh, 40 lakh ഡിവൈഡ് ബൈ 30 lakh, 10 lakh ഡിവൈഡ് ബൈ 30 lakh, ഇങ്ങനെ ഈ എല്ലാം ഡിവൈഡഡ് ബൈ 30 lakh എന്ന് എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ബാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതിനെ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ മാറ്റം എന്ന് പറയുന്നത് ഒരു എമൗണ്ട് കോളം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക, അതേപോലെ ഇതിനെയും സെപ്പറേറ്റ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടാൽ ആൻസർ ആകുന്നു. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ച 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2022 ചോദിച്ച 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ട്രെൻഡ് പെർസെൻറ്റേജ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ട്രെൻഡ് പെർസെൻറ്റേജ് ആണ്. ഫ്രം ദി ഫോളോയിങ് ഫിഗേഴ്സ് ഓഫ് ABC ലിമിറ്റഡ് ടേക്കിംഗ് 2015 ആസ് ബേസ് ആൻഡ് ഇന്റർപ്രറ്റ് ദം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2015, 2016, 2017, 18, 19 വരെ തന്നിട്ടുണ്ട്. ഒന്നാമത് അന്ന് സെയിൽസ്, അതേപോലെ സ്റ്റോക്ക്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഓക്കെ, തന്നിരിക്കുന്ന എല്ലാം റുപ്പീസ് ഇൻ ലാക്ക് ആണ്. ഇപ്പോൾ ലാക്കിൽ ഉള്ളത് നമ്മൾ 0 കട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഇവിടെ ഇതിനെ വർക്കൗട്ട് ചെയ്യാൻ ഇതൊരു എന്താണ് പ്രത്യേകമായിട്ടുള്ളൊരു ഫോർമാറ്റിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യാൻ ട്രെൻഡ് അനാലിസിസ് എന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് നമുക്ക് എത്രയാണോ വർഷം തന്നത് 2015, 16, 17, 18, 19 ഇത്രയും കോളം നമ്മൾ എമൗണ്ട് കോളമായിട്ട് കൊടുക്കുക. പെർട്ടിക്കുലേഴ്സ് കോളം ഒന്ന് എക്സ്ട്രാ കൊടുക്കുന്നു. ഇനി അതേപോലെ പേഴ്സൻറ്റേജ് കോളം ഇതിന് ആനുപാതികമായിട്ട്, അതായത് 2015, 16, 17, 18, 19 എന്നും പറഞ്ഞിട്ട് പേഴ്സൻറ്റേജ് കോളം കൊടുക്കുന്നു. അതായത് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ട്രെൻഡ് പേഴ്സൻറ്റേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ട്രെൻഡ് പേഴ്സൻറ്റേജ് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇവിടെ റുപ്പീസാണ് തന്നിരിക്കുന്ന, റുപ്പീസാണ്. അപ്പോൾ നമുക്ക് 3 ഐറ്റമാണ് തന്നത്: സെയിൽസ്, സ്റ്റോക്ക്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഈ ഐറ്റംസ് മാത്രമേ നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടെത്തേണ്ടതുള്ളൂ. അപ്പോൾ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന വാല്യൂസിന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. 1881, 2340, 2655 ആ വാല്യൂസ്, സെയിൽസിൻ്റെ വാല്യൂസ് ഇങ്ങോട്ട് എഴുതുന്നു. അതേപോലെ സ്റ്റോക്കിൻ്റെ വാല്യൂസ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നു. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ വാല്യൂസ് നമ്മൾ ഇതേപോലെ നേരത്തെ കുത്തനെയായിരുന്നു നമുക്ക് തന്നത്. ഇതിങ്ങനെ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ടൈപ്പ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ 2015 പെർസെൻറ്റേജ് എല്ലാം എന്തായിരിക്കും? ട്രെൻഡ് പെർസെൻറ്റേജ് കാണുമ്പോൾ ബേസ് ഇയർ ആണ്. ഈ 2015 എല്ലാ പെർസെൻറ്റേജും 100 ആയിരിക്കും. സെയിൽസ് 100 ആയിരിക്കും, സ്റ്റോക്ക് 100 ആയിരിക്കും, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 100 ആയിരിക്കും. ഇനി ഓരോ ഐറ്റത്തിൻ്റെയും പേഴ്സൻറ്റേജ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സെയിൽസിൻ്റെ പേഴ്സൻറ്റേജ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2016 പേഴ്സൻറ്റേജ് കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ 2016 എമൗണ്ട് എടുക്കുക, 2340 ആണ്. 2340 ഓക്കെ, ഡിവൈഡഡ് ബൈ 1881 ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 124.42 പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ 2017 കാണാം, 2655 ഡിവൈഡ് ബൈ എന്ത് കാണാം? ഈ ബേസ് ഇയറിലുള്ള 1881 ഇൻറ്റു 100 കാണാം. എന്ന് പറഞ്ഞാൽ ഈ റോയിലുള്ള എല്ലാത്തിൻ്റെയും ഡിവൈഡഡ് ബൈ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? 1881 ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റോക്കിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളെല്ലാം ബേസ് ആയിട്ട് എടുക്കേണ്ടത് എത്രയാണ്? 709 ആണ്. അതായത് ഈ 781
781 ഡിവൈഡ് ബൈ 709 ഇൻറ്റു 100 കാണണം. ഇനി അടുത്ത, അതായത് ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് 2016 പെർസെൻറ്റേജ് ഇവിടെ കിട്ടും, ഒരു 110.15 എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി 816 കാണാൻ 816 ഡിവൈഡ് ബൈ 709 ഇൻറ്റു 100 കാണണം. 944 ഡിവൈഡ് ബൈ ഇത് കാണണം. ഓക്കെ, അതേപോലെ 1154 ഡിവൈഡ് ബൈ 709 ഇൻറ്റു 100 കാണണം. അങ്ങനെ ഇതിൻ്റെ എല്ലാം ബേസ് എന്തായിട്ട് എടുക്കണം? 750 എടുത്തിട്ട് ഇവിടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്ന ഐറ്റവും ഐറ്റത്തിൻ്റെയും ബേസ് ആയിട്ട് 321 എടുക്കണം. എന്നാൽ പെർസെൻറ്റേജ് കാണുമ്പോൾ 435 ഡിവൈഡ് ബൈ 321 ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 458 എടുക്കണം. 458 രണ്ടാമത്തെ വരുന്നത്. ഈ 458 ഡിവൈഡ് ബൈ 321, അതായത് എല്ലാത്തിൻ്റെ ബേസ് 321 ഈ റോയിൽ വരുന്നത്. ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഇങ്ങനെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സമാനമായൊരു ക്വസ്റ്റ്യനാണ് 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2024 17ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇവിടെയും കാൽക്കുലേറ്റ് ട്രെൻഡ് പെർസെൻറ്റേജ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2015, 16, 17, 2018, 19 ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എമൗണ്ട് കോളം 16, 17, 18, 19 എന്ന് കൊടുക്കുന്നു. ഇതിൻ്റെ പെർസെൻറ്റേജ്, ട്രെൻഡ് പെർസെൻറ്റേജ് നമ്മൾ 15, 16, 17, 18, 19 എന്ന് പറഞ്ഞ് കോളം കൊടുക്കുന്നു. ഇതേപോലെ 2 ഐറ്റംസ് ആണുള്ളത്. നേരത്തെ കൊടുത്ത് 3 ഐറ്റംസ് ആയിരുന്നു, ഇവിടെ 2 ഐറ്റംസ് ആണ്, റവന്യൂ ഫ്രം ഓപ്പറേഷനും ഗ്രോസ് പ്രോഫിറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കേണ്ട ഏതാണ്? 2015 ആണ്. 2015 100% ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ഇവിടെ എടുക്കേണ്ടത് എന്തായിരിക്കും? 1 lakh ആയിരിക്കും. ഇവിടെ എടുക്കേണ്ടത് 50,000 ആണ്. അതായത് 1,30,000. രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എമൗണ്ട് എത്രയാണ്? രണ്ടാമത്തെ കോളത്തിൽ വരുന്ന 1,30,000 ആണ്. ഈ 1,30,000 ഡിവൈഡഡ് ബൈ എന്ത് കാണും? 1 lakh. അടുത്ത 1,40,000 ഡിവൈഡ് ബൈ 1 lakh. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 130, 148, 170, 196. ഇനി അടുത്തത് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കേസിൽ 64,000 ഡിവൈഡ് ബൈ 50,000, 70,000 ഡിവൈഡ് ബൈ 50,000, 86,000 ഡിവൈഡ് ബൈ 50,000. ഇങ്ങനെ പെർസെൻറ്റേജ് കാണുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ബേസ് എന്തായിരിക്കും? 50,000 ആയിരിക്കും. ഇവിടെ ബേസ് 1 lakh ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഇതിനെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേഷനിലൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ 2018 ചോദിച്ചിട്ടുള്ള 24ാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ട്രെൻഡ് പെർസെൻറ്റേജ്. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇവിടെ 2010, 11, 12, 13. ഓക്കെ, സെയിൽസും സ്റ്റോക്കും പ്രോഫിറ്റ് ബിഫോർ ടാക്സും ആണ് തന്നത്. നേരത്തെ ചെയ്ത പോലെ സെയിൽസ്, സ്റ്റോക്ക്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണിക്കുന്നു. എമൗണ്ട് 2010, 11, 12, 13 എന്നുള്ള രീതിയിൽ. പെർസെൻറ്റേജ് 10, 11, 12, 13. ഇവിടെ ബേസ് ഇയർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ റോയിൽ എല്ലാം ഡിവൈഡ് ബൈ നമ്മൾ എന്തെടുക്കണം? ഇതെടുക്കണം. ഈ റോല് സ്റ്റോക്ക് എന്നതിൻ്റെ റോല് ഇവിടെ എല്ലാം ഡിവൈഡ് ബൈ ഇതെടുക്കണം, 1418. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്നതിൽ ഡിവൈഡ് ബൈ 642 എടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കാണുന്നു. അതായത് 4680 ഡിവൈഡ് ബൈ 3762 ഇൻറ്റു 100, 5310 ഡിവൈഡ് ബൈ 3762 ഈ റോല് അങ്ങനെ എടുക്കുന്നു. ഇനി രണ്ടാമത്തെ റോല് സ്റ്റോക്കിൻ്റെത് 1562 ഡിവൈഡ് ബൈ 1418, 1632 ഡിവൈഡ് ബൈ 1418 ഇൻറ്റു 100 എല്ലാത്തിനെയും കൊടുക്കുന്നു. ഇവിടെ 870 ഡിവൈഡ് ബൈ 642, 916 ഡിവൈഡ് ബൈ 642 ഇതേ രൂപത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രെൻഡ് പെർസെൻറ്റേജിൻ്റെ കാൽക്കുലേഷൻസിൽ നോർമലി ചോദിക്കാറുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 2019 23ാമത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2019 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ പ്രിപ്പയർ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ട എന്താണ്? കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് കമൻറ്റ് ഓൺ ദി പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കൺസേൺ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2018 2019 ഡാറ്റ തന്നത്. ഇവിടെ റുപ്പീസിന് 1000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് 19, 18. കോസ്റ്റ് ഓഫ് സെയിൽസ്, അതേപോലെ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, അതേപോലെ ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇൻകം ടാക്സ് പെയ്ഡ്. ഇത്രയുമാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ ഒരു കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് വരയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന 2 എമൗണ്ട് കോളം ഉണ്ടാവും.
വീണ്ടും 2 എക്സ്ട്രാ കോളം കൊടുക്കണം. അതായത് ഇൻക്രീസ് ഇൻ ഓർ ഡിക്രീസ് ഇൻ എന്താണ് റുപ്പീസ് ആണ്, മറ്റൊന്ന് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് എന്നുള്ളതും. ഓക്കെ, ഇങ്ങനെ 2 കോളം എക്സ്ട്രാ കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് ആക്കണം. അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് രൂപം, നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, അതിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും, അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. അതിൽ നിന്ന് ടാക്സ് കുറക്കുക, അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഇതാണ് പെർട്ടിക്കുലേഴ്സിൽ ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത്. ഓക്കെ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മോഡൽ. ഇനി ഇതിൻ്റെ നെറ്റ് സെയിൽസ് നമ്മൾ കൊടുത്തു 785, ഇവിടെ വരുന്നത് എത്രയാണ്, 900 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇത് രണ്ടും നമ്മൾ ഡിഫറൻസ് നോക്കുക. ഇവിടെ ഇൻക്രീസ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് വരുന്നത്, 785 ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് ഇൻ റുപ്പീസ് എന്നുള്ളതിൽ എന്ത് കൊടുക്കും, 115 കൊടുക്കും. പ്ലസ് ആണ്, പ്ലസ് കൊടുക്കുന്നത് എന്താണ്, ഇൻക്രീസ് ആയതുകൊണ്ടാണ്. മൈനസ് ആണ്, മൈനസ് എന്ന് കൊടുക്കും. ഇതിൻ്റെ പെർസെൻറ്റേജ് ആണോ എങ്ങനെയാണ്, 115 ഡിവൈഡഡ് ബൈ 785, 115 ഡിവൈഡഡ് ബൈ 785 ഇൻറ്റു 100 ആണ്. ഓക്കെ, അതായത് ഈ ബേസ് ഇതാണ് ഡിവൈഡ് ബൈ, ഓക്കെ, ഈ വ്യത്യാസം എടുക്കുന്നു, 115 ഇൻക്രീസ് ചെയ്യുന്നത് ഡിവൈഡ് ബൈ 785 കാണുന്നു. ഓക്കെ അല്ലേ. ഇനി ഇതേപോലെ ഓരോന്നിൻ്റെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 450 എന്നതിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്, 50 ആണ് 500 ആകുമ്പോൾ. അപ്പോൾ ഇവിടെ പ്ലസ് 50 എന്ന് കിട്ടും. പെർസെൻറ്റേജ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, 50 ഡിവൈഡഡ് ബൈ 450 ഇൻറ്റു 100 കാണണം. ഓക്കെ, ഇനി അടുത്ത് 335 400 ആകുന്നു. കൂടുന്നത് എത്രയാണ്, 65 ആണ്. 65 ഡിവൈഡ് ബൈ 335 ഇൻറ്റു 100 കാണണം. ഇനി ഇവിടെ 70 72 ആണ്, പ്ലസ് 2 ആണ്. ഇവിടെയും 2 ഡിവൈഡ് ബൈ 70 ഇൻറ്റു 100 കാണണം. 80 90 ആകുന്നു, പ്ലസ് 10 ആണ് കൂടുന്നത്. 10 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കിട്ടും. ദെൻ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അതായത് നെറ്റ് സെയിൽസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയ ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ് കുറക്കുന്നു, നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മുടെ ക്വസ്റ്റനിലുള്ള ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് 25 30, ഇൻക്രീസ് ചെയ്യുന്നത് 5 ആണ്. 5 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ 20% കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 160ഉം 208ഉം കിട്ടും. അതിൽ നിന്ന് ഇൻകം ടാക്സ് 70ഉം 80ഉം കുറക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 90 128 കിട്ടും. ഇതേപോലെ ഡിഫറൻസ് കാണുക, പെർസെൻറ്റേജ് കാണുക. മൈനസ് വരുന്നുണ്ടെങ്കിൽ മൈനസ് ആണ് ഇടേണ്ടത്. ഇവിടെ എല്ലാം നമ്മുടെ ക്വസ്റ്റനിൽ ഇൻക്രീസ് ആണ് വരുന്നത്, അതുകൊണ്ട് മൈനസ് ഇതിൽ ക്വസ്റ്റനിൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് ഇതിനെ എന്ത് ചെയ്യേണ്ടത്, വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ ഇതിനെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് 14 ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇവിടെ ബാലൻസ് ഷീറ്റാണ് തന്നത്. റുപ്പീസിന് ലാക്കാണ് തന്നിട്ടുള്ളത്. ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, ഫിക്സ്ഡ് അസറ്റ്, റിസർവ് ആൻഡ് സർപ്ലസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം ലോണ്, കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, ഇത്രയും ഐറ്റംസ് ആണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ, വെർട്ടിക്കൽ ഫോർമാറ്റിൽ നമ്മൾ വരക്കണം. ആദ്യം ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി. അതിൽ ഇക്വിറ്റിയിൽ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടും. അതേപോലെ നെക്സ്റ്റ് നോൺ കറണ്ട് ലാബിലിറ്റിയാണ്, ലോങ് ടേം ലോണാണ് നമ്മുടെ ക്വസ്റ്റനിലുള്ളത്. പിന്നെ കറണ്ട് ലാബിലിറ്റി, ഇപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി കിട്ടും. പിന്നെ അസറ്റാണ് കാണിക്കുന്നത്. അസറ്റിൽ നോൺ കറണ്ട് അസറ്റ്, അതായത് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റനിൽ തന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, ടോട്ടൽ അസറ്റ് കിട്ടും. ഇതേ രൂപത്തിലാണ് ഇതിൻ്റെ പെർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ രൂപം വരുന്നത്. ഇപ്പോൾ ഇവിടെ 2011 12 ആണ് തന്നിട്ടുള്ളത്. അതിൻ്റെ റുപ്പീസ് എഴുതുന്നു. അതിൻ്റെ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ റുപ്പീസും ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പെർസെൻറ്റേജ് കാണുന്നു. അപ്പോൾ ഈ 2 കോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രാ കോളം ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും അതേപോലെ ബാലൻസ് ഷീറ്റിലും സെയിം ആണ് കമ്പാരറ്റീവിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നു. ഇക്വിറ്റി ആൻഡ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50-50 ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വരനാൽ മതി. ഇതിനടുത്ത് 10 12 ആണ്, പ്ലസ് 2 വരുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 10 കാണുന്നു. 2 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 കാണുന്നു. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് 20% എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 60 62 പ്ലസ് 2 തന്നെയാണ്. പെർസെൻറ്റേജ് 3.3, അതായത് 2 ഡിവൈഡ് ബൈ 60 ഇൻറ്റു 100 ആണ്. ഇനി അടുത്ത് 30 ഡിഫറൻസ് ഇല്ല. ഇനി 10 11 ആവുന്നു, പ്ലസ് 1 ആണ്. അപ്പോൾ 1 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് 10% എന്ന് കിട്ടും. ഇപ്പോൾ ടോട്ടൽ ചെയ്യുന്നു 100 പ്ലസ് 3 ഇൻക്രീസ് ചെയ്യുന്നു. 3 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 നമുക്ക് 3% എന്ന് കിട്ടും.
ഇനി അടുത്തത് നോൺ കറണ്ട് അസറ്റിൽ ഫിക്സ്ഡ് അസറ്റ് 60/72 ആകുന്നു, അത് കൂടുന്നത് 3 ആണ്, +12 ആണ്, ഡിവൈഡ് ബൈ 60 കാണുന്നു. ഇപ്പം ഇൻറ്റു 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 20% എന്ന് കിട്ടും. അടുത്ത 10 മാറ്റമില്ല, അവിടെ ഒന്നും മാറ്റമില്ല. 21 ആവുന്നു, ഇവിടെ മൈനസ് ആണ് വരുന്നത്, കണ്ട മൈനസ് വരുമ്പോൾ -9 എന്ന് കൊടുക്കും. 9 ഡിവൈഡ് ബൈ 30 × 100 -30%. അപ്പോൾ അവിടെ മൈനസ് ആണ് ഇൻക്രീസ് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇനി 100 +3 വരും, പെർസെൻറ്റേജ് 3% എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതേ രൂപത്തിലാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കുറച്ച് സ്പീഡിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് നമ്മൾ ഓൾറെഡി ഈ പാർട്ടൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തീരെ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അല്ലാത്തവർക്ക് സ്വന്തം വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇത്രയും ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.